ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയുമായ ഇന്ദിരാഗാന്ധിയുടെ ഒരു മനോഹരമായ ശില്പം ഒരുക്കിയിരിക്കുകയാണ് കുഞ്ഞിമംഗലത്തെ ചിത്രൻ ചേട്ടൻ. ചേട്ടാ, ഇത് എന്തിനു വേണ്ടി ചെയ്തതാ? എവിടെയൊക്കെ ചെയ്തതാ? ഇത് നമ്മുടെ പയ്യന്നൂരേക്ക് വേണ്ടിയിട്ടാണ് ഈ ശില്പം ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ വെള്ളൂരിലുള്ള പുതിയങ്കാവ് റോഡിലുള്ള പ്രിയദർശിനി കലാവേദിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ശില്പം നിർമ്മിച്ചത്. അതേപോലെ പുതിയൊരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നിലായിട്ടാണ് ഈ ഒരു ശില്പം സ്ഥാപിക്കുന്നത്. ഇതിപ്പോൾ എന്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്? ഇത് വെങ്കല നിറത്തിൽ ഫൈബർ ഗ്ലാസ്സിലാണ് ഈ ശില്പം നിർമ്മിച്ചത്. ആദ്യം നമ്മൾ അതിൻ്റെ കളിമണ്ണിലെ മോഡൽ ശില്പം ഉണ്ടാക്കുകയും അതിനുശേഷം പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മോൾഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് അതിൻ്റെ ഈ കാണുന്ന രീതിയിൽ ഫൈബർ ഗ്ലാസ്സിലേക്ക് അതിൻ്റെ ശില്പം നിർമ്മിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് സഹായികളെ കുറിച്ചാണ് അല്ലേ? ചേട്ടന് സഹായികളെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഇതിൽ സഹായികളായിട്ടുള്ളത് ഒന്ന് ചിത്ര എന്ന് പറഞ്ഞിട്ട്, ചിത്രമൊക്കെ എൻ്റെ അനുജത്തിയാണ്. അതേപോലെ സുദർശനും പിന്നെ അർജുൻ തുടങ്ങിയവരെല്ലാം ഇതിന് സഹായികളായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവെ ഇന്ദിരാഗാന്ധിയുടെ ശില്പങ്ങൾ വളരെ കുറവാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഇപ്പോൾ ചേട്ടൻ ചെയ്തതിൽ ഇന്ദിരാഗാന്ധിയുടെ മുടിയുടെ നിറം, അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിച്ചാണല്ലേ ചെയ്തത്. എത്ര ദിവസം എടുത്തു ഇത് ചെയ്ത് തീർക്കാൻ? ഇത് ഏകദേശം ശില്പം 3 മാസത്തോളം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ റെഫറൻസ് നമ്മൾ അതിൽ കൂടുതൽ ചെയ്തിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ മറ്റ് സമര നേതാക്കളുടെ അല്ലെങ്കിൽ നവോത്ഥാന നായകരുടെയൊക്കെ ശില്പം, ഇപ്പോൾ ശ്രീനാരായണ ഗുരു, EMS, AKG, അങ്ങനെ പല ശില്പങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്ദിരാഗാന്ധിയുടെ ശില്പം എന്ന് പറയുന്നത്. ഈ ശില്പം ചെയ്യുന്ന സമയത്തുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെ ഒരു മുടിയുടെ ഒരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ സാധാരണ സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്തു പറയേണ്ട ഒരു ഇതാണ്. അപ്പോൾ അതിൽ അതുപോലെ ആ നരവീണിരിക്കുന്നത് നമുക്ക് ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇന്ത്യയുടെ ഉരുക്ക് വനിതയുടെ മനോഹരമായ ശില്പം തന്നെയാണ് ചിത്രൻ ചേട്ടൻ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.